കേൾക്ക്, ഞാൻ പറഞ്ഞു, എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസും ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയാം, അത് അവർ പറയും. മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇന്ന് പുറകോട്ട് പോകില്ല. കാരണം നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഈ പൊളിറ്റിക്സ് പറയാതെ നിങ്ങൾക്ക് സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പറ്റില്ല. ഞാനും ജീവൻ പോയാലും ഈ രാഷ്ട്രീയം പറയുന്നതിന് പുറകോട്ട് പോവില്ല. എൻ്റെ പ്രസ്ഥാനം അതെന്നെ പഠിപ്പിച്ചതാണ്. എൻ്റെ ജീവൻ പോയാലും ഞാൻ പോരാടും. അപ്പോൾ പിന്നെ വെറുതെ നമ്മളിങ്ങനെ ഈ ഒരു തർക്കം നടത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ ബാക്കി അപ്പോൾ കഴിഞ്ഞല്ലോ. നിങ്ങൾ ആദ്യം പോയിട്ട് ആ കനകോലുവിൻ്റെ കാര്യം പഠിക്കും. നിങ്ങൾ പോയിട്ട് ആ ജമാഅത്ത് ഇസ്ലാം ഇത് കേൾക്ക്, അല്ല ഇത് കേൾക്ക്, അതെ ഇത് കേൾക്ക്. അതൊക്കെ പറയേണ്ടവർ പറയും, അതൊക്കെ അതല്ലേ ആദ്യം പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞത്. പറയേണ്ടവർ പറയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്കൊരു നിർബന്ധമില്ല അവസാനിപ്പിക്കുക. ഇത് വ്യക്തിപരമായ പ്രശ്നമില്ലല്ലോ, പൊളിറ്റിക്സ് അല്ലേ ഇത്, പൊളിറ്റിക്സ് അല്ലേ. അടുത്ത പറയും, അടുത്ത അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ. വേറെന്ത് പുതിയ ചോദിക്കേണ്ട ചോദിക്കും. പുതിയ ആ ക്യാമറ അദ്ദേഹത്തിന് നേരെ പിടിക്കുന്ന പിന്നെ ഉടമ കണ്ടാൽ ഒരു പ്രൊമോഷൻ ഉറപ്പാണ്. അതൊന്ന് അങ്ങോട്ട് തിരിക്കും. നിങ്ങളെയല്ല പരിഹസിക്കുന്നത്, നിങ്ങളൊക്കെ നല്ല മനുഷ്യരാണ്. നിങ്ങളെ തെറ്റായ പാതയിലേക്ക് നയിക്കുന്ന രാഷ്ട്രീയ അടിമകളായ നിങ്ങളുടെ ഉടമകളെയാണ് പരിഹസിക്കുന്നത്, ഉടമകളെയാണ് ചോദ്യം ചെയ്യുന്നത്. അത് ഇനിയും ചോദ്യം ചെയ്യും, ഒരു സംശയമില്ല. നിങ്ങളിങ്ങോട്ട് ഇപ്പോൾ പറയുമ്പോൾ നമ്മൾ നോക്കിയിരിക്കണോ? ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ശ്രമമുണ്ട്. അത് നിങ്ങളുടെ താല്പര്യമല്ല, നിങ്ങളുടെ ഉടമകളുടെ താല്പര്യമാണ്. ഇപ്പം ഇടയക്കാരിലേന്ന് അവർ ഫ്ലോ കൊണ്ട് പോയി പോകും, അപ്പോൾ ഒരു പ്രശ്നം. അപ്പോൾ നിങ്ങളോട് ഒരു പ്രയാസം, നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മളൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പക്ഷേ ഇത് തുറന്നു കാണിക്കും. നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമി സ്ലീപ്പിംഗ് പാർട്ട്ണർ പറഞ്ഞ പ്രശ്നമില്ല, പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറഞ്ഞ കാര്യം പ്രശ്നമില്ല. ഈ കനകോലു വന്നിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന കുഴപ്പം കോൺഗ്രസ് തന്നെ ചർച്ചയാവുന്നു, നിങ്ങൾക്ക് വാർത്തയല്ല. നിങ്ങൾക്കിതൊന്നും ഈ സർക്കാർ ചെയ്ത ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് വാർത്തയല്ല. എനിക്ക് ഉറപ്പാണ്, ഞാനിവിടെ ഈ പത്രസമ്മേളനത്തിൽ കണ്ണൂർ ജില്ലയിൽ നടത്തിയ വികസനമാണ് പറയുന്നത്, അത് നിങ്ങൾക്ക് വാർത്തയാവില്ല. അത് എന്തുകൊണ്ടാണ്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഉടമകൾ പലരും സമ്മതിക്കുന്നില്ല. നിങ്ങളുടെ ഉടമകൾ ഇടതുപക്ഷ വിരുദ്ധതയുടെ അസുഖം ബാധിച്ചവരാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ എവിടെ അവസാനിപ്പിക്കാന്ന് പറഞ്ഞില്ല, ഇനി തുടരാം. ആ ബോറായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾ ഒന്നിലും ബേജാറാവണ്ട. ഇടതുപക്ഷം മുന്നോട്ട് പോയിട്ടുള്ളത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. പിണറായി വിജയനും മുന്നോട്ട് പോയത് എങ്ങനെയാണെന്ന് നമുക്കൊക്കെ അറിയാം. ഇതൊക്കെ മുറിച്ച് കിടന്ന് തന്നെ മുന്നോട്ട് പോകും. പറയാനുള്ളത് ഞങ്ങൾ തുറന്ന് പറഞ്ഞ് മുന്നോട്ട് പോകും.